ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിനോട് താഴേക്ക് ഒരുങ്ങി വരാനായി നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും എന്ന് പറഞ്ഞ് സത്യഭാമ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വിഷ്ണു ആകെ നിരാശനായി ആ റൂമിൽ തന്നെ ഇരുന്നു. ഈ സമയത്ത് വിഷ്ണുവിന്റെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതി കണ്ടുപിടിച്ച സന്തോഷത്തിൽ രോഹിത്തിനെയും മറ്റും അരികിലേക്ക് പപ്പിമോള് വന്നിരുന്നു. ആ സമയത്ത് രാഘവൻ നായരോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഷൺമുഖദാസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഷൺമുഖദാസിന്റെ സംസാരങ്ങളൊക്കെ കേട്ടങ്ങനെ രാഘവൻ നായർ ഇരിക്കുമ്പോഴാണ് പപ്പിമോളെ കണ്ട് മഞ്ജരി പപ്പിമോളെ തന്റെ അരികിലേക്ക് വിളിക്കുന്നതിനായിട്ട് മോളോട് കുസൃതിയായി ഓരോ ചേഷ്ടകൾ കാണിച്ചു. അത് കണ്ടതും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ കൊഞ്ഞനം കുത്തുകയും മുഖം കൊണ്ട് ഗോഷ്ഠികൾ കാണിച്ചുമൊക്കെ പപ്പിമോള് മഞ്ജരിയെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു. അത് കണ്ട മഞ്ജരി അന്തിച്ച് അമ്മയെ നോക്കി. ഈ സമയത്ത് താല്പര്യമൊന്നുമില്ലാതെ പപ്പിയും പിള്ളേച്ചനും അവിടെ ഹാളിലേക്ക് വന്നു നിന്നു. അപ്പോഴാണ് ഷൺമുഖദാസിനോട് വിവരങ്ങളൊക്കെ രാഘവൻ നായർ അന്വേഷിച്ചത്. അല്ല, ഇനി എന്താണ് ഷൺമുഖദാസിന്റെ അടുത്ത പദ്ധതിയൊക്കെ? ഉടനെ ഷൺമുഖദാസ് നമ്മുടെ അടുത്ത നീക്കത്തെ കുറിച്ച് ഷൺമുഖദാസ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായരോട് ഷൺമുഖദാസ് പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല രാഘവേട്ട, ഞങ്ങൾക്ക് ഒറ്റ മോളാണ് മഞ്ജരി, അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതെല്ലാം ഇവൾക്കുള്ളതാണ് എന്ന് ഷൺമുഖദാസ് അറിയിച്ചു. അത് കേട്ട ഉടനെ ഷൺമുഖദാസിന്റെ സംസാരം എല്ലാം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഷൺമുഖദാസ് പറഞ്ഞു, അതെ, ഉടനെ തന്നെ ഞാനൊരു മന്ത്രിയാകുമല്ലോ. മന്ത്രിയുടെ മകളുടെ വിവാഹം ഒട്ടും ആർഭാടം കുറച്ച് നടത്താനും കഴിയില്ലല്ലോ. അത് മാത്രമല്ല, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രിയാകുമ്പോ എന്ന് രാഘവൻ നായരോട് ഷൺമുഖദാസ് അറിയിച്ചു. അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, അല്ല, മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പായാലോ അല്ലെ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചപ്പോ ഉടനെ ഷൺമുഖദാസ് പറഞ്ഞു, അതെ, എന്റെ കൂട്ടത്തിലുള്ള 6 MLA-മാര് സർക്കാരിന് പിന്തുണ നൽകിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. അതും എന്നെ മന്ത്രിയാക്കാമെന്നും ആഭ്യന്തരം തന്നെ എനിക്ക് തരാമെന്ന ഉറപ്പിന്മേൽ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ മന്ത്രിസഭ മൂക്കുകുത്താതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് ഷൺമുഖദാസ് അറിയിച്ചു. ഷൺമുഖദാസിന്റെ ആ സംസാരം കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, എന്തായാലും അത് കൊള്ളാം. രണ്ടു പക്ഷത്തിനും ഒരു രീതിയിലും പ്രശ്നമുണ്ടാകാതെ രണ്ടുപേർക്കും നഷ്ടം വരാത്ത രീതിയിലായിരുന്നല്ലേ ഈ ഒരു കാര്യം, ഈ ബിസിനസ് അല്ലെ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചതും ഷൺമുഖദാസ് പറഞ്ഞു, പിന്നല്ലാതെ രണ്ട് കൂട്ടർക്കും യാതൊരു രീതിയിലും നഷ്ടം സംഭവിക്കാത്തത് രീതിയിൽ വേണ്ടേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാം ഒരു ബിസിനസ് മൈൻഡ് അല്ലേ രാഘവേട്ട എന്ന് ഷൺമുഖദാസ് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാഘവൻ നായർ പറഞ്ഞു, ഓ അത് തന്നെ, അപ്പോ ഈ ഇടപാടിലും അതേ ബിസിനസ് മൈൻഡ് തന്നെ ആയിരിക്കും അല്ലെ? രണ്ടുപേർക്കും ഇതിലും ലാഭം തന്നെയാണല്ലോ ഉണ്ടാവുന്നത് അല്ലെ? ഈ ഇരുകൂട്ടർക്കും ലാഭം ഉണ്ടാകുന്ന കാര്യം മാത്രമേ ഷൺമുഖദാസ് ചെയ്യുകയുള്ളൂ അല്ലെ എന്ന് ചോദിച്ചപ്പോ ഷൺമുഖദാസ് പറഞ്ഞു, അങ്ങനെയല്ലേ രാഘവേട്ട നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ സത്യഭാമ വേഗം അവിടേക്ക് വന്നിരുന്നു. ഇത് കേട്ട ഉടനെ രാഘവൻ നായർ ചോദിച്ചു, അപ്പോ ഈ ബന്ധത്തിന്റെ പിന്നിലും ഇതുപോലെ തന്നെ ഒരു ലാഭേച്ഛ ഷൺമുഖദാസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇരുകൂട്ടർക്കും ലാഭം ഉണ്ടാകുന്ന കാര്യമാണല്ലോ ഈ ബന്ധം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് രാഘവൻ നായർ ചോദിച്ചത് കേട്ട് ഷൺമുഖദാസ് ആകെ നാണംകെട്ട രീതിയിൽ തന്നോട് സംസാരിക്കുന്നതിന്റെ ദേഷ്യത്തിൽ, അല്ല രാഘവൻ എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ഷൺമുഖദാസ് ചോദിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അയ്യോ, മുഷിപ്പൊന്നും തോന്നണ്ട, വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ആളുകളെ അപമാനിക്കുകയൊന്നും അല്ല ഞാൻ ചെയ്തത്. അതും ഭാവിയിലെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്ന ആളോട് ഒരിക്കലുമില്ല. ഞാനേ വെറുതെ ഒന്ന് ഫലിതം പറഞ്ഞതേ ഉള്ളൂ എന്ന് ചോദിച്ചതും രാഘവൻ നായരുടെ സംസാരം കേട്ട് ഉടനെ ഷൺമുഖദാസ് ചോദിച്ചു, ഓ ഫലിതമായിരുന്നല്ലേ, ഫലിതമാണ് കേട്ടോ എന്ന് സുലോചന എന്ന ഷൺമുഖദാസിന്റെ ഭാര്യയോട് ഷൺമുഖദാസ് പറഞ്ഞു. അങ്ങനെ അവർ അത് ചിരിച്ചുകൊണ്ട് രാഘവൻ നായരുടെ സംസാരം കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ പിള്ളേച്ചനോട് പതുക്കെ പൊന്നി ചോദിച്ചു, അല്ല പിള്ളച്ചേട്ടാ, ഇയാളെന്താ പൊട്ടനാണോ? ഇയാളെ വളരെ വ്യക്തമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പരിഹസിച്ചിട്ടും ഇയാൾക്കത് മനസ്സിലായില്ലേ രാഘവേട്ട? അല്ല, നാണോ മാനോ ഉള്ള ആളുകളാണെങ്കിൽ ഇതിനോടകം ഈ ആലോചന വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നില്ലേ എന്ന് ഷൺമുഖദാസിനെ കുറിച്ച് പൊന്നി പിള്ളാച്ചനോട് ചോദിച്ചതും പിള്ളാച്ചൻ പറഞ്ഞു, നാണോ മാനോ അത് അയാളോട് നീ ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കിയേ, അപ്പൊ അയാൾ പറയും അതെന്താണെന്ന്. അതെ, ദേഹം തൊലി പാതി പൊള്ളിയ ഒരു കാണ്ടാമൃഗം ഇയാളോട് കുറച്ച് തൊലി തനിക്ക് തരാമോ എന്ന് ചോദിച്ചുവെന്നാണ് നാട്ടുകാർ പറയാറുള്ളത്. അത്രയ്ക്കും
മോശമായ സ്വഭാവക്കാരനാ, അത്രയ്ക്കും തൊലികെട്ടിയ ഇയാൾക്കുള്ളത്. അത് മാത്രമല്ല ഇടതും വലതും നടുവും ഒക്കെ ആയിട്ട് ഈ ഒരു വർഷത്തിനിടെ 6 തവണയാണ് ഇയാള് കാല് മാറിയിരിക്കുന്നത്. സത്യത്തിൽ ഈ കാലുമാറ്റത്തിന് എന്തെങ്കിലും ഗിന്നസ് റെക്കോർഡ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ റെക്കോർഡിന്റെ അർഹനായിരിക്കുന്നത് ഇയാൾ തന്നെയാണ് എന്ന് പിള്ളാച്ചൻ പൊന്നിയോട് അറിയിച്ചു. സത്യത്തിൽ ഇപ്പോ ഇങ്ങനെയൊരു നീക്കം, ഈ ഒരു ആലോചന നടത്തിയതിന്റെ പിന്നില് എന്താ കാര്യം എന്നാ പൊന്നി നീ കരുതിയിരിക്കുന്നത്? ഇയാളിപ്പോ ഇങ്ങനെ ഒരു വിവാഹാലോചന നടത്തിയത് വേറൊന്നിനുമല്ല, വിഷ്ണു കുഞ്ഞിനെ കണ്ടിട്ടോ ഒന്നുമല്ല, മറിച്ച് സത്യാമ്മയുടെ കയ്യിലെ പണം കണ്ടിട്ട്. ഈ വിവാഹം കഴിയുന്ന അടുത്ത നിമിഷം ഇയാള് സത്യാമ്മയെ ഊറ്റാൻ തുടങ്ങും. അവസാനം കരിമ്പിൻചണ്ടി പോലെ സത്യാമ്മ ഇയാൾ വലിച്ചെറിയും. അത് കേട്ട ഉടനെ പൊന്നി ചോദിച്ചു, അല്ല സത്യാമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ പിള്ളച്ചേട്ടാ എന്ന് ചോദിച്ചിട്ടും പിള്ളച്ചേട്ടൻ പറഞ്ഞു, എന്റെ പൊന്നി, അതൊന്നും മനസ്സിലാക്കാൻ സത്യാമ്മയ്ക്ക് ചിലപ്പോ അറിയില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും സത്യാമ്മ സാധാരണയായിട്ട് മനസ്സിലാക്കുന്നുമില്ലല്ലോ എന്ന് പിള്ളാച്ചൻ വിഷമത്തോടെ പൊന്നിയോട് പറയുകയും ആ പിന്നിലായി തൂക്കിയിട്ടിരിക്കുന്ന ആ വീട്ടിലെ കുടുംബ ചിത്രത്തിൽ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ശാലിനിയുടെ ആ ഫോട്ടോയിലേക്ക് പിള്ളാച്ചൻ വേദനയോടെ നോക്കുകയും ചെയ്തു. ഇതിന് ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും വഴിയില്ലേ പിള്ളച്ചേട്ടാ എന്ന് പിള്ളാച്ചനോട് വളരെ വേദനയോടെ പൊന്നു ചോദിച്ചിട്ടും പിള്ളച്ചേട്ടൻ പറഞ്ഞു, അതിനി സാക്ഷാൽ ദൈവം തന്നെ വിചാരിക്കണം എന്ന് പിള്ളച്ചേട്ടൻ പൊന്നിയോട് അറിയിച്ചു. അപ്പോഴാണ് മഞ്ജരിയുടെ തൊട്ട് മുന്നിൽ വന്ന് നിന്ന പപ്പിമോള് മഞ്ജരിക്ക് തന്നോട് ദേഷ്യം തോന്നത്തക്ക രീതിയിൽ മഞ്ജരിയെ നോക്കി ഓരോ കൊഞ്ഞനം കുത്തുകയും ഓരോ ഘോഷികൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും മഞ്ജരി വേഗം അടുത്തിരുന്ന അമ്മ ആ സുലോചനയോട് ചോദിച്ചു, അമ്മേ ഏതാ അമ്മേ ആ കുട്ടിപ്പിശാച് എന്ന് ചോദിച്ചപ്പോ ഉടനെ സുലോചന പറഞ്ഞു, ഓ അതോ, ദാ ആ ഇരിക്കുന്ന ഒരുത്തനില്ലേ, സത്യഭാമ നമ്മളെ പരിചയപ്പെടുത്തിയത് ഇളയ മകൻ എന്ന് പറഞ്ഞല്ലേ, സത്യത്തിലേ അവൻ ഈ വീട്ടിലെ ആരുമല്ല, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു കോളനി ഉണ്ട്. അവിടെ സത്യഭാമയുടെ കാറിടിച്ച് അവിടെ ഈ പയ്യന്റെ അമ്മ ഒരു വട്ടം സത്യഭാമയുടെ കാറിന് മുന്നിൽ ചാടുകയും അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ഈ ഒറ്റാന്തടി തനിച്ചായെന്ന് പറഞ്ഞ് ഇവനെ ദത്തുപുത്രനായി സത്യഭാമ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം ഇവരുടെ ദത്തുപുത്രനായി ഇവിടെ കഴിയുകയാണ്. അതാണ് സംഭവം. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ പെണ്ണിലെ ചായക്കടക്കാരി ശാരദാമ്മയുടെ മകള്, ആ ചായക്കടക്കാരിയുടെ മകളിൽ അവന് ജനിച്ചതാണ് ഈ നിൽക്കുന്ന കുരുപ്പ് എന്ന് സുലോചന മഞ്ജരിയെ പരിചയപ്പെടുത്തുന്നു. മഞ്ജരി അതെല്ലാം കേട്ടതും, ഓ ദത്തുപുത്രനോ, അങ്ങനെയാണെങ്കിൽ അവൻ അന്നേരം ഈ സ്വത്തിന്റെ വീതം കൊടുക്കണ്ടേ എന്നായി മഞ്ജരിയുടെ ആശങ്ക. അത് കേട്ടപ്പോഴേക്കും ഉടനെ സുലോചന പറഞ്ഞു, ദത്തുപുത്രൻ എന്ന പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ രേഖാമൂലം അങ്ങനെ ഒരു ദത്തൊന്നും നടത്തിയിട്ടില്ല. പിന്നെ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് എന്തൊക്കെയോ ഒരു ധാരണയുണ്ടെന്ന് മാത്രം അറിയാം എന്ന് പറഞ്ഞതും ഉടനെ അതാരോട് ചോദിച്ചിട്ട് എന്നായി മഞ്ജരി ഉറക്കെ സുലോചനയോട് അന്വേഷിച്ചത്. മഞ്ജരിയുടെ ആ ചോദ്യം കേട്ടതും ചുറ്റും കൂടി നിന്നവരെല്ലാവരും ഞെട്ടലോടെ നോക്കി. ഉടനെ സത്യഭാമ സുലോചനയോട് ചോദിച്ചു, എന്താ സുലോചനെ, എന്താ മോളെ പറഞ്ഞത്? ഉടനെ സുലോചന പറഞ്ഞു, ഒന്നുമില്ല സത്യഭാമയും, ഇവള് എന്നോട് ഈ കൊടുക്കൽ വാങ്ങലിന്റെ കാര്യം പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഇപ്പോഴാണല്ലോ ഇവിടെ അത് കേട്ടത്, അതുകൊണ്ട് എന്നോട് പറഞ്ഞതാണ്, സംസാരിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു, എന്നിട്ട് മോളെന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും സുലോചന പറഞ്ഞു, അതൊന്നും സാരയില്ല ഭാമേ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അതങ്ങനെ ശരിയാവില്ലല്ലോ സുലോചനെ, എന്താണെന്ന് വെച്ച കാര്യം പറ എന്ന് പറഞ്ഞു. അല്ല, അടുത്ത ബന്ധുക്കളാകാൻ പോകുന്ന നമുക്കിടയിൽ അങ്ങനെ ബന്ധുക്കൾ പരസ്പരം എല്ലാം തുറന്നു പറയുന്നൊന്നും അത്ര ശരിയല്ല ഭാമേ എന്ന് സുലോചന അറിയിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അല്ല, ഇത്രത്തോളം ബന്ധുവാകാൻ പോകുന്ന നമുക്കിടയിൽ ഇങ്ങനെ ഒരു മറച്ചു വെക്കലിന്റെ കാര്യമില്ലല്ലോ, മോളെന്താ പറഞ്ഞത് തുറന്നു പറയണം സുലോചനെ എന്ന് പറഞ്ഞപ്പോ സുലോചന പറഞ്ഞു, അങ്ങനെ ഭാമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ശരി, ഞാൻ പറയാം. വേറൊന്നും അല്ല പറഞ്ഞത്, ഇവള് ഞങ്ങളോട് ചോദിച്ചത്, ഞാൻ ഈ കൊടുക്കൽ വാങ്ങലിന്റെ കാര്യം ഇപ്പൊ ഇവിടെ സംസാരിച്ചല്ലോ, അപ്പോ ഇവൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്കുള്ളതെല്ലാം ഇവൾക്ക് കൊടുക്കുമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. അപ്പോ ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇവൾക്ക് വിവാഹശേഷം നൽകുമെന്ന് പറഞ്ഞപ്പോ ഇവളുടെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ഇവളുടെ ആശങ്ക. അതാണ് ഇവളിപ്പോ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു, ആഹാ, അത് ശരി തന്നെയല്ലേ, മോള് പറഞ്ഞ കാര്യത്തിൽ എന്താണ് സംശയിക്കേണ്ടതായിട്ടുള്ളത് എന്ന് സത്യഭാമ അന്വേഷിച്ചു. എന്താ കാര്യം എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു,
അതെ, ഇവിടെ സ്ത്രീധനമായിട്ട് ഒരു നയ പൈസ പോലും ഈ വീട്ടിലേക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് മഞ്ജരി മോളെ പോലെ ഒരു പെൺകുട്ടിയെ മാത്രമാണ് വേണ്ടത്. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ കുറിച്ച് ഇത്രത്തോളം അവരുടെ ജീവിതത്തെ കുറിച്ച് ആശങ്കപ്പെടുകയും അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള മക്കളെ ഇന്ന് കണി കാണാൻ പോലും കിട്ടില്ല. ആ സ്ഥിതിക്ക് ഇതുപോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിൽ എത്രത്തോളം സന്തോഷം എനിക്കുണ്ടെന്നോ എന്ന് സത്യഭാമ അറിയിച്ചു. സത്യഭാമയുടെ വാക്കുകളെല്ലാം കേട്ട് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ ഉടനെ മഞ്ജരി സുലോചനയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ആ ചെറുക്കന്റെ കൊടുക്ക വാങ്ങലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവരെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. സുലോചന പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഈ വിവാഹം കഴിയുന്ന ആ നിമിഷം അവനെയും ആ കുട്ടിപ്പിശാചിനെയും അവന്റെ ഭാര്യയും നമ്മൾ ഇവിടെ നിന്ന് അടിച്ചോടിക്കും. എന്താ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛൻ ചെയ്തോളും. നിന്റെ അച്ഛന് അതൊക്കെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ശ്യാമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശ്യാമ വേഗം രോഹിത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് രോഹിത്തെ എന്ന് വിളിച്ചു. ഉടനെ രോഹിത് ചോദിച്ചു, എന്താ എന്താ ശ്യാമ എന്ന് അന്വേഷിച്ചിട്ടും ശ്യാമ പറഞ്ഞു, അതെ രോഹിത്തെ, വേറൊന്നുമല്ല, ആ പെൺകൊച്ചെ നമ്മള് കരുതുന്ന അത്ര വലിയ നല്ല കുട്ടിയൊന്നും അല്ല. ഇവളെക്കാളും ഭേദം വിഷ്ണുവേട്ടനെ ആ സുസ്മരയെ വിവാഹം കഴിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ രോഹിത് ചോദിച്ചു, അതെന്താ? അത് രോഹിത്തിന് മനസ്സിലാവില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് അക്കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഷൺമുഖദാസ് സത്യഭാമയോട് ചോദിച്ചു, അല്ല, വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവനിപ്പോ വരും എന്ന് സത്യഭാമ മറുപടി നൽകിയ ആ നിമിഷം വിഷ്ണു മുകളിൽ സ്റ്റെയറിന് മുകളിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. ഉടനെ അവിടെ വീട്ടിലേക്ക് വന്നെത്തിയ ഷൺമുഖദാസിന്റെ വന്ന കൂട്ടരിൽ ഒരാൾ പറഞ്ഞു, ദാ ആള് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും വിഷ്ണുവിനെ നോക്കി എല്ലാവരും സന്തോഷത്തോടെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ വിജയകുമാർ പറഞ്ഞു, അതെ, സത്യാമ്മ ഇങ്ങനെ മഞ്ജരി മോളുടെ കാര്യം എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എത്ര സന്തോഷമായെന്നറിയാവോ. പഠിക്കാൻ വിട്ടപ്പോൾ പഠിത്തം മാത്രം, സ്കൂള് വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂള്, കോളേജ് വിട്ടാൽ വീട്, അത് തന്നെയാണ് മഞ്ജരി മോളുടെ ശീലങ്ങൾ. പിന്നെ മൊബൈൽ ഒരെണ്ണമുണ്ടെങ്കിലോ അത് വിളിക്കാൻ വേണ്ടി മാത്രം. ഒരു സോഷ്യൽ മീഡിയയിൽ പോലും ഒരു അക്കൗണ്ട് പോലും ഇല്ല. അത് മാത്രമല്ല, അനാവശ്യമായ മെസ്സേജ് ഇപ്പോ ഫോൺ കോളോ ഒന്നും തന്നെ മഞ്ജരി മോൾക്ക് ഇല്ലതാനും. ഇത്രയും നല്ല ഒരു പെൺകുട്ടി, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് സത്യാമ്മയുടെ വീടിന് അനുയോജ്യമായിട്ടുള്ളത് എന്ന് വിജയകുമാർ അറിയിച്ചു. അങ്ങനെ വിജയകുമാറിന്റെ സംസാരം എല്ലാം കേട്ട് സന്തോഷത്തോടെ മഞ്ജരി അങ്ങനെ ഇരിക്കുമ്പോ രാഘവൻ നായർ ചോദിച്ചു, അതെന്താ വിജയകുമാറെ, ഇവിടെയുള്ളവരെല്ലാം അത്രയ്ക്കും പ്രാകൃതരാണെന്നാണോ വിജയകുമാർ പറയുന്നത് എന്ന് ചോദിച്ചു. ഉടനെ മഞ്ജരി ഞെട്ടലോടെ നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, അല്ല വിജയകുമാറെ, ഞാൻ ചോദിച്ചത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകളാണ് ഇന്ന് ഈ കാലത്ത് കൂടുതലായിട്ടുള്ളത്. ഇവിടെയുള്ളവരും അത്യാവശ്യം ഫോൺ ഉപയോഗിക്കുന്നവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഒക്കെ തന്നെയാണ്. പിന്നെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നവരെ ആണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുണ്ടാകും. ഇനി അതും അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ആളുകൾ പിന്നീട് ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങളിലും കിണിയിലും ചെന്ന് പെടുകയും ചെയ്യും. അതാണ് സർവ്വസാധാരണമായി നടക്കുന്നത് എന്ന് രാഘവൻ നായർ അറിയിച്ചു. അതെല്ലാം കേട്ട് ആകെ കരിയോടെ അങ്ങനെ മഞ്ജരി സുലോചനയോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ, ആ നിമിഷം തന്നെ ഞാൻ ഇയാളെ ആമചാലിൽ കുഴിയിൽ ഞാൻ ചവിട്ടി താഴ്ത്തു, നോക്കിക്കോ എന്ന് ദേഷ്യത്തോടെ മഞ്ജരി സുലോചനയോട് പറഞ്ഞു. അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് വന്നിരുന്നത്. ഉടനെ ഷൺമുഖദാസ് പറഞ്ഞു, അതെ, ഞാൻ വിഷ്ണുമോനെ ആദ്യമായി കണ്ടപ്പോ അന്ന് തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചതാണ്, ഇതുപോലെ ഒരാളായിരിക്കും എന്റെ മരുമകനെന്ന്. ഈ മോൻ തന്നെയാണ് എന്റെ മരുമകനെന്ന് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു, അല്ല, നമ്മൾ ആദ്യമായി കണ്ടത് പോലീസ് ലോക്കപ്പിൽ വെച്ചാണ്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ പെരുമാറിയതിന്റെ പേരിലാണ് അന്ന് എന്നെ അവർ അറസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, അന്ന് എനിക്കൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അല്ല, ഈ സവിശേഷതകളൊക്കെ ആയിരുന്നോ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് വേണ്ട ഗുണങ്ങളായി അന്ന് നിങ്ങൾ കരുതിയിരുന്നത്? അങ്ങനെയാണെങ്കിലേ എന്നെക്കാളും വളരെ മെച്ചപ്പെട്ട ആളുകൾ അങ്ങ് സെൻട്രൽ ജയിലിലുണ്ട് എന്ന് വിഷ്ണു അറിയിച്ചു. അത് കേട്ടതും ഷൺമുഖം പറഞ്ഞു, അതല്ല, എനിക്ക് വിഷ്ണുമോന്റെ ആ ധൈര്യവും തലയെടുപ്പും ഒക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ഷൺമുഖദാസ് അറിയിച്ചത്. ഉടനെ വിഷ്ണുവിന്റെ സംസാരം അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു മനസ്സിലായതോടെ സത്യഭാമ വിഷ്ണു എന്ന് വിളിച്ചു. വിഷ്ണു അപ്പോഴേക്കും തന്റെ സംസാരം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു മുഖം തിരിച്ചിരുന്നു. ഉടനെ തന്നെ സത്യഭാമ അരികിലിരുന്ന ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞത്. ഉടനെ
ശ്യാമ അകത്തേക്ക് ജ്യൂസ് മറ്റും എടുക്കാനായി കിച്ചണിലേക്ക് പോയി. സത്യഭാമ അപ്പോഴേക്കും സുലോചനയോട് ചോദിച്ചു, മോൾക്ക് എന്താ വേണ്ടത്? ഉടനെ സുലോചന പറഞ്ഞു, അതെ, ഇവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇല്ല ഭാമേ, എന്ത് കൊടുത്താലും കഴിച്ചോളും. അവൾ ഏത് സാഹചര്യത്തോളും ഏത് ചുറ്റുപാടിനോടും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളും എന്ന് മഞ്ജരിയെ കുറിച്ച് സുലോചന അറിയിച്ചു. പിന്നെ ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ഇടാത്ത പെൺകുട്ടികൾ ആരും ഉണ്ടാവില്ലല്ലോ. കണ്ണെഴുതാൻ പോലും അവൾക്ക് ഇഷ്ടമല്ല. ഒന്ന് പൊട്ടുപോലും തൊടുന്നത് വല്ലപ്പോഴും മാത്രമാണ്. കുളിച്ചു വന്നു കഴിഞ്ഞാൽ സാധാരണ പൗഡർ ഇടാൻ പറഞ്ഞാൽ പോലും അതുപോലും അവൾ ഇടാറില്ല എന്ന് സുലോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കിച്ചണിൽ നിന്ന് ശ്യാമ തന്റെ കയ്യിൽ ജ്യൂസും പിന്നാലെ കഴിക്കുവാനായിട്ടുള്ള സ്വീറ്റ്സും ഒക്കെ ആയിട്ട് അവിടേക്ക് പൊന്നിയും എത്തി. ഈ സമയത്ത് സുലോചനയുടെ വാക്കുകൾ കേട്ട പൊന്നി ശ്യാമയോട് പറഞ്ഞു, അതെ, ആ പെൺകുച്ചിന്റെ നാച്ചുറൽ ബ്യൂട്ടി ആണെന്ന് പറയാനാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവര് സംസാരം എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ മുന്നിലെ ആ ടേബിളിന് ടീപ്പോയ്ക്ക് മുന്നിലേക്ക് ആ ജ്യൂസും സ്വീറ്റ്സ് ഐറ്റമായിട്ട് വരാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് രാഘവൻ നായർ ചോദിച്ചു, അല്ല കുളിക്കുമല്ലോ അല്ലേ എന്ന്. രാഘവൻ നായരുടെ ചോദ്യം കേട്ടതും ആകെ അടി കിട്ടിയതുപോലെ മഞ്ജരിയും സുലോചനയും ഇരുന്നു. ഉടനെ ആ സംസാരം കേട്ട് അവിടെ ഇരുന്ന ഷൺമുഖദാസ് പറഞ്ഞു, രാഘവേട്ടന്റെ ഫലിതം അല്ലെ എന്ന് ചോദിച്ചതും അതെ അതെ എന്ന് രാഘവൻ നായർ മറുപടി നൽകി. അപ്പോഴാണ് രാഘവൻ നായരുടെ സംസാരം കേട്ട് അപ്പുറത്തുനിന്ന് ശ്യാമയ്ക്കും പൊന്നിക്കും ആകെ ചിരി വന്നു. പിന്നീട് ശ്യാമയും പൊന്നിയും കൂടി ആ ജ്യൂസും സ്വീറ്റ്സും ഒക്കെ ആ ടീപ്പോയിൽ കൊണ്ടുവന്ന് വെച്ചതും അവിടെ ഇരുന്ന പപ്പി പെട്ടെന്ന് പറഞ്ഞു, അതെ ആന്റിക്ക് ഞാൻ കൊടുത്തോളാം. ഉടനെ തന്നെ സത്യഭാമയ്ക്ക് വലിയ സന്തോഷമായി. ഈ സമയത്ത് മഞ്ചരി ആകെ ദേഷ്യത്തോടെ സുലോചനോട് പറഞ്ഞു, ആന്റിയോ? ആ കുട്ടിപ്പിശാച്ച് കണ്ടില്ല എന്നെ ആന്റി എന്ന് വിളിച്ചത്, എന്നെ ചേച്ചി എന്ന് വിളിച്ചുകൂടെ ഒക്കെ എന്ന് സുലോചനയോട് ദേഷ്യപ്പെട്ടു. ഉടനെ സുലോചന പറഞ്ഞു, നീ സങ്കടപ്പെടണമെന്നേ, വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് അവളെ ശരിയാക്കിയാവുന്നേ എന്നൊക്കെ പപ്പിമോളെ നോക്കി സുലോചന മഞ്ജരിയോട് അറിയിച്ചു. അപ്പോഴേക്കും പപ്പിമോള് വേഗം അരികിലേക്ക് ഓടി വന്നു. ആ ടീപ്പോയിലിരുന്ന ഒരു ഗ്ലാസ് ജ്യൂസ് കയ്യിലേക്ക് എടുത്ത് അത് മഞ്ജരിക്ക് നേരെ നീട്ടി. ദാ ആന്റി എന്ന് പറഞ്ഞ് മഞ്ജരിയുടെ മുന്നിലേക്ക് ആ ഗ്ലാസുമായി പപ്പിമോൾ എത്തി. പെട്ടെന്ന് പപ്പിമോളുടെ കൈ വഴുതി വീണതുപോലെ ആ ഗ്ലാസ് മഞ്ജരിയുടെ ദേഹത്തേക്ക് വീഴിക്കുന്നു. മഞ്ജരിയുടെ ദേഹത്ത് നിന്ന് ആ ചില്ല ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു. ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് മഞ്ജരി ദേഷ്യപ്പെട്ടു, നീ കുട്ടിപ്പിശാശേ, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്റെ ദേഹത്തേക്ക് ഈ ജ്യൂസ് ഒഴിച്ചോ? നിനക്ക് കണ്ണ് കണ്ടുകൂടായിരുന്നോ? നിന്റെ മുഖത്തുണ്ടല്ലോ 2 വെണ്ടയ്ക്ക മുഴുപ്പില് കണ്ണ്, എന്നിട്ട് നീ അത് ശ്രദ്ധിക്കാതെ ഓരോന്നൊക്കെ ചെയ്തത്. ഇത് എത്ര രൂപ വിലയുള്ള ഡ്രസ്സാണെന്ന് അറിയാവോടി ഇത്? ഇനി ഇതിപ്പോ എവിടെയെങ്കിലും എനിക്ക് ഇട്ടുകൊണ്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന മഞ്ജരിയുടെ ആ തനി നിറം കണ്ട് സത്യഭാമയും കലിയോടെ ചാടിയിരുന്നിട്ടു. മോളുടെ ദേഹത്തെ തല്ലു കൊടുത്തുകൊണ്ട് മഞ്ജരി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആകെ ദേഷ്യത്തോടെ എല്ലാവരും ചാടി എഴുന്നേറ്റു. സത്യഭാമയും മറ്റും ദേഷ്യപ്പെട്ടങ്ങനെ നോക്കി നിൽക്കുമ്പോ പപ്പിമോള് മഞ്ജരിയോട് പറഞ്ഞു, സോറി ആന്റി. അത് കേട്ടതും നീ സോറി പറഞ്ഞ എന്റെ ഈ ഡ്രസ്സിൽ ഉണ്ടായ ഈ ഒരു അവസ്ഥ മാറുകൂടി? നീ ഒന്നും നോക്കാതെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഭാവിയിലെ ആഭ്യന്തരമന്ത്രിയുടെ മകളാണ് ഞാൻ. എന്റെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ഈ വീട്ടിലെ ദത്തുപുത്രൻ എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അയാളുടെ മകൾ എന്ന നിലയ്ക്കാണ് നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ സത്യഭാമയുടെ ദത്തുപുത്രനാണെന്നുള്ള ഒറ്റ അവകാശത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ മാത്രമാണ് നീ ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നത് തന്നെ. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴേക്കും വീണ്ടും പപ്പിമോള് പറഞ്ഞു, സോറി ആന്റി, ഞാൻ സോറി പറഞ്ഞില്ലേ. ഉടനെ നിന്റെ ഒരു സോറി പറഞ്ഞാൽ തീരുകൂടിയത്, നിനക്കിട്ട് 2 എണ്ണം കൂടി തരാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും മഞ്ജരി മോൾക്ക് നേരെ കൈ ഉയർത്തിയപ്പോ ആ കൈ പെട്ടെന്ന് വന്ന് സത്യഭാമ തടഞ്ഞു. സത്യഭാമ മഞ്ജരിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും ഉടനെ തന്നെ മഞ്ജരിയുടെ കരണത്ത് സത്യഭാമ അടിക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ടതും പെട്ടെന്ന് ഷൺമുഖദാസ് ചാടി എഴുന്നേറ്റു. സത്യഭാമയെ, എന്റെ മോളുടെ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്, അതും എന്റെ മുന്നിൽ വെച്ച് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, എന്നാലേ ഈ നിൽക്കുന്ന എന്റെ പേരക്കുട്ടി ഈ പിഞ്ചു കുഞ്ഞിനോടാണ് എന്റെ മുന്നിൽ വെച്ച് ഈ പേരക്കുട്ടിയെയാണ് ഇവളും തല്ലിയത്. അത് ഞാൻ ക്ഷമിക്കണം എന്നാണോ ഷൺമുഖദാസ് പറയുന്നത് എന്ന് ചോദിച്ചതും മഞ്ജരി പറഞ്ഞു, തല്ലല്ല, ഒരു തല്ലല്ല, ഇനിയും അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് മഞ്ജരി ദേഷ്യപ്പെട്ടതോ സത്യഭാമ പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് അഹങ്കാരി എന്ന് പറഞ്ഞ്
മഞ്ജരിയോട് ദേഷ്യപ്പെട്ടു. ഉടനെ ഷൺമുഖദാസ് പറഞ്ഞു, സത്യഭാമേ, നിങ്ങൾ ആരുടെ മകളോടായി സംസാരിക്കുന്ന ഓർമ്മ വേണം. ഒരു ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്ന ആളാ ഞാൻ എന്ന് പറഞ്ഞതും ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ നിങ്ങൾ ആഭ്യന്തരമന്ത്രി അല്ലല്ലോ എന്ന് സത്യഭാമ ഷൺമുഖദാസിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഷൺമുഖദാസ് പറഞ്ഞു, അതെ, നിങ്ങൾ ഈ കാണിച്ചതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും, ഓർത്തോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നും തന്നെയില്ല. എന്റെ പേരക്കുട്ടിയുടെ ദേഹത്ത് കൈ വെച്ചാലുണ്ടല്ലോ, ആ കൈ ഞാൻ വെട്ടും, മനസ്സിലായോ? ഈ സത്യഭാമയുടെ പേരക്കുട്ടിയുടെ നേരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് സത്യഭാമ ഷൺമുഖദാസിനോട് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ അഹങ്കാരിയായി ഈ മകളെ വിളിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞതും ഷൺമുഖദാസ് പറഞ്ഞു, അതെ സത്യഭാമേ, നിങ്ങൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്ന നിമിഷം ഉണ്ടാകും. നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ലെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് സത്യഭാമയോട് പറയുമ്പോ സത്യഭാമ പറഞ്ഞു, എനിക്കതിലൊന്നും പ്രശ്നമില്ല, നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യഭാമയോട് ഷൺമുഖദാസ് പറഞ്ഞു, സത്യഭാമയും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആലോചന ഒന്നുകൂടി ഒന്ന് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അത് ശരി, നിങ്ങൾക്ക് ഒന്നുകൂടി പുനരാലോചിക്കണം എന്നതാണോ? എന്നാലേ ഈ സത്യഭാമ എപ്പോഴും ഇത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു എന്ന് ഷൺമുഖദാസിനോട് ദേഷ്യത്തോടെ സത്യഭാമ അറിയിച്ചു. അപ്പോഴേക്കും ഷൺമുഖദാസ് പറഞ്ഞു, സത്യഭാമേ, നിങ്ങള് ഈ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ നിങ്ങൾ ശരിക്കും സങ്കടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അതെ, ആഭ്യന്തരമന്ത്രിയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ഈ സത്യഭാമയൊന്നും തൊടാൻ പോലും കഴിയില്ല. ഈ സത്യഭാമയുടെ കയ്യിലുള്ള അത്രയും പൂത്ത പണമൊന്നും നിങ്ങളുടെ പക്കൽ ഇല്ലല്ലോ എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം, എന്റെ പേരക്കുട്ടിയെ വേദനിപ്പിച്ചാൽ അത് ആരാണെങ്കിലും ശരി, ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് സത്യഭാമ അറിയിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ആ ബ്രോക്കർ വിജയകുമാർ സത്യഭാമേ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോ എന്തൊക്കെയാടോ പറഞ്ഞത്? ഒരാണിന്റെയും മുഖത്ത് നോക്കുകയില്ല, അതുപോലെ തന്നെ വീട് വിട്ടാൽ കോളേജ് വിട്ടാൽ വീട്, അങ്ങനെ അത്രയും മര്യാദയോടെ വളർന്നവളാണ് ഈ നിൽക്കുന്നവളെന്ന് അല്ലെ? എന്നിട്ട് ആ മര്യാദയാണ് അവളിപ്പോ ഇവിടെ കാണിച്ചു വെച്ചത്. ഇവൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ ഉടനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പേരക്കുട്ടിയെ വേദനിപ്പിച്ചാൽ അത് ആരാണെങ്കിലും ശരി, ആഭ്യന്തരമന്ത്രിയല്ല, ഇനി മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും ഞാൻ അവളുടെ കർണ ധരിച്ചിരിക്കും എന്ന് സത്യഭാമ പറഞ്ഞു. ഇനി മേലാൽ ഇവളുടെ നിഴൽ പോലും എന്റെ കൺമുന്നിൽ വന്നു പോകരുത്, വേഗം നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് ഷൺമുഖദാസിനോട് സത്യഭാമയും ആക്രോശിച്ചു. ഇതെല്ലാം കേട്ട് ഭയന്ന് വരച്ച് ഷൺമുഖദാസും മകളും ഭാര്യയും അപ്പുറത്ത് അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു, അതെ, നിങ്ങള് എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും ഒക്കെ അത് എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ലല്ലോ. സത്യത്തിൽ നിങ്ങളുടെ ഈ പ്രയോഗം കൊണ്ട്, നിങ്ങളുടെ ഈ നീക്കം കൊണ്ട് ആകെ പ്രശ്നത്തിലായതും ആകെ കുഴപ്പത്തിലായതും തൽക്കാലം ഞാനാണ് എന്ന് സത്യഭാമ ഇങ്ങനെ പറയുമ്പോ ഇനി മേലാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എനിക്ക് കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞ് ഷൺമുഖദാസിനോടും കുടുംബത്തോടും അവിടെ നിന്ന് ഇറങ്ങി പോകാനായി സത്യഭാമ അറിയിച്ചു. ഷൺമുഖദാസ് കലുതുള്ളി അവിടെ നിന്ന് പോകുമ്പോ വിഷ്ണു അമ്മയും നോക്കി. വിഷ്ണു ആകെ വിഷമത്തോടെ വേഗം എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇനി എനിക്ക് പോകാലോ അല്ലേ എന്ന് ചോദിച്ച് വിഷ്ണു വേഗം തന്റെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. സത്യഭാമയുടെ അരികിൽ നിന്ന് പപ്പിയെ നോക്കി മോളുടെ മുഖത്തൊന്ന് തലോടിക്കൊണ്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് സത്യഭാമയുടെ അരികിലിരുന്ന പപ്പിമോൾക്ക് ആകെ വിഷമമായി. പപ്പിമോള് സത്യഭാമയുടെ മടിയിൽ ഇരുന്നിട്ട് ചോദിച്ചു, സത്യാമ്മേ, എന്നാ സത്യാമ്മേ എന്റെ വിഷ്ണു അച്ഛന്റെ സങ്കടമൊക്കെ മാറുന്നത് എന്ന് മോളിങ്ങനെ ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു, മോള് വിഷമിക്കണ്ട. അപ്പോഴേക്കും സത്യഭാമയോട് പപ്പിമോള് പറഞ്ഞു, സോറി അച്ഛമ്മേ. ഉടനെ സത്യഭാമ പറഞ്ഞു, മോളിന്ന് സോറി പറയുന്നത് മോളുടെ ആ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് അവളുടെ ചെമ്പ് ശരിക്ക് തെളിഞ്ഞു കണ്ടത് എന്ന് സത്യഭാമ പപ്പിമോളോട് അറിയിച്ചു. ഉടനെ പപ്പിമോളെ അരികിൽ വിളിച്ച്, ശ്യാമ, മോളുടെ ദേഹത്ത് ആ പെങ്കൊച്ച് അടിച്ചതല്ലേ, അമ്മ തൂത്തു തരാട്ടോ എന്ന് പറഞ്ഞ് ശ്യാമ മോളെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയത്. ഉടനെ പപ്പിമോള് പറഞ്ഞു, വേണ്ട, ഞാൻ വിഷ്ണു അച്ഛൻ്റെ അടുത്തോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. മോളെ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് ശ്യാമ നിർബന്ധം പിടിക്കുമ്പോ ശ്യാമയെ മൈൻഡ് ചെയ്യാതെ പോകാൻ ഒരുങ്ങുന്ന പപ്പിയുടെ പ്രവൃത്തി കണ്ട് ഉടനെ രോഹിത് ശ്യാമയെ തടഞ്ഞു. വേണ്ട ശ്യാമേ, അവൾ പൊയ്ക്കോട്ടെ, അവൾക്ക്
വിഷ്ണുവിന്റെ അടുത്ത് ചെന്നിരിക്കുന്നതാണ് അവൾക്ക് മറ്റെന്തിനേക്കാളും സന്തോഷവും. അവളുടെ സങ്കടവും പരിഭവവും ഒക്കെ വിഷ്ണുപ്രോയോടാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് അവളെ തടഞ്ഞു നിർത്തണ്ട, അവൾ പൊയ്ക്കോട്ടെ എന്ന് രോഹിത് ശ്യാമയോട് പറയുന്നു. അങ്ങനെ പപ്പിമോള് രോഹിത്തിന്റെ അനുവാദം കിട്ടിയ സന്തോഷത്തിൽ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പിമോള് ഓടിപ്പോകുന്നു.